ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാടൻ കോഴി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിനും അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ കറിക്കായിട്ട് ഇപ്പോൾ ഇവിടെ 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലൊരു കോഴിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുള്ളതാണിത്. ഇനി ഈ തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ ഇവിടെ 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എല്ലാ ചിക്കനിലും മസാല ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ചിക്കനും മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നാടൻ കോഴിയുടെ ഇറച്ചി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂറോളമായി. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിഡിലൻ ടേസ്റ്റിലുള്ളൊരു കോഴിക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.